ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഉപ്പ് കുറച്ചെടുത്ത് നമ്മൾ ഈ കാര്യം, ഞാൻ പറയുന്ന കാര്യം ചെയ്യാൻ പോകുമ്പോൾ ഉപ്പ് പോയിട്ട് നിങ്ങൾക്ക് വേണ്ടതായിരിക്കുന്ന ധനം കൊണ്ടുവരും എന്നല്ല. രണ്ട് ഘടകങ്ങളാണ് ഇതിൽ മുഖ്യമായിട്ടുണ്ടാകാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മളൊരു കയ്യിലൊരു സാധനം പിടിച്ചിട്ട് ആ സാധനത്തിലേക്ക് ഞാൻ എൻ്റെ കയ്യിൽ ഇതുണ്ട്, ഈ സാധനത്തിലൂടെ ഇത് എനർജിയാണ് എനിക്ക് വരുന്നു എന്ന് പറയുമ്പോൾ എൻ്റെ കൈകളിലൊരു സാധനം, ധനം എന്ന് പറയുന്ന സാധനം, അത് സൂക്ഷ്മത്തിലുള്ള പോസിറ്റീവ് എനർജിയാണ് ധനത്തെ ആവാഹിച്ചു കൊണ്ടുവരിക. യാതൊരു സംശയവും അതിലില്ല. അതുകൊണ്ടാണ് ധനദേവതയെ ലക്ഷ്മി ദേവി എന്ന് വിളിക്കുന്നത്. ദേവി എന്ന് വെച്ചാൽ അർത്ഥം 16 കലാ സമ്പൂർണ്ണ, സർവഗുണ സമ്പന്ന, അഹിംസ പരമോധർമ്മ, മര്യാദ പുരുഷോത്തമ, സമ്പൂർണ്ണ നിർവികാരിയാകുന്ന അവസ്ഥയിലാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വസമ്പത്തും അവരുടെ മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് സത്യയുഗം ഉണ്ടാകുന്നത്. അതേസമയം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സാധനം നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ, ധനം നമ്മുടെ കയ്യിലൊരു സാധനമായി നമ്മൾ പിടിക്കും പോലെ, ആ പോസിറ്റീവ് എനർജീനെ ആകർഷിക്കാൻ പറ്റുന്ന ഒരു സാധനം നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് സഹായമായിട്ട് മാറും. നിങ്ങൾ കണ്ടിട്ടില്ലേ, വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് ഒന്ന് കടൽ തീരത്ത് പോയിട്ടൊന്ന് കാറ്റ് കൊള്ളുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഉപ്പുള്ള കാറ്റാണല്ലോ നമുക്ക് കടൽ തീരത്ത് കിട്ടുന്നത്. ആ കാറ്റ് കൊള്ളുമ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും മറ്റുള്ള നെഗറ്റീവ് എനർജികളുടെ പ്രഭാവം കൊണ്ട് ക്ഷീണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതും മാറിപ്പോവും. ഉപ്പ് നിറതായിരിക്കുന്ന കാറ്റിൻ്റെ തണുപ്പും ആ കടൽ വെള്ളത്തിൻ്റെ തണുപ്പും ഉപ്പിൻ്റെ സ്പർശനവും അനന്തമായ കണ്ണുകളുടെ ദൃശ്യവും ഇതെല്ലാം ചേരുമ്പോൾ പെട്ടെന്ന് തന്നെ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം ഇല്ലാതാവും. ശരീരത്തിൽ ക്ഷീണം കൊണ്ടുപോയിട്ട് ഇരുന്നിരിക്കുകയാണെങ്കിൽ പോലും ഒരു 10 മിനിറ്റ് കടൽത്തീരത്തിരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ക്ഷീണം മാറാറുണ്ട്. അപ്പോൾ ഉപ്പിന് പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തരാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും മാനിഫെസ്റ്റേഷന് വേണ്ടിക്കൊണ്ട് നിങ്ങളെടുത്ത് ഉപ്പിനെ ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നത്. ഇന്ന് അത് ഉപയോഗിച്ചുകൊണ്ടതായിട്ടുള്ള ചെറിയൊരു വിദ്യയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. പക്ഷേ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. നമ്മൾ മാനിഫെസ്റ്റേഷൻ്റെ എന്തെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിക്കുമ്പോൾ ആ മെത്തേഡ് ആ മൊമെൻറ്റിൽ നമ്മൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഉപ്പ് വെള്ളത്തിലിടുന്നതോ അതല്ലെങ്കിൽ പഞ്ചസാരയും ഗ്രാമ്പും കൂടി ചെയ്തതായിട്ടുള്ള വിദ്യയോ അതല്ലാന്നുണ്ടെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിദ്യ ചെയ്യുമ്പോൾ ഒരു മാനിഫെസ്റ്റേഷൻ, അത് 369 മെത്തേഡ് ആവട്ടെ, എന്തും ആവട്ടെ, ആ ചെയ്യുന്ന സമയത്ത് 100% ആത്മാർത്ഥമായി ചെയ്യും. അതേസമയം ബാക്കിയുള്ള ദിവസത്തിലുള്ള ഒരു 10 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ മാനിഫെസ്റ്റേഷന് വേണ്ടി നിങ്ങൾ മാറ്റിവെച്ചു. ബാക്കിയുള്ള സമയം മുഴുവൻ നമ്മൾ ആ പ്രശ്നം, ഈ പ്രശ്നം, അതിൻ്റെ സങ്കടം, ഇതിൻ്റെ സങ്കടം, അവർ പറഞ്ഞ കാര്യം, ഇവർ പറഞ്ഞ കാര്യം, ഇങ്ങനെ സംഘർഷഭരിതമായ ഒരു ജീവിതത്തിൽ 23 മണിക്കൂറും ചിലവഴിച്ചിട്ട് അരമണിക്കൂർ സമയം മാനിഫെസ്റ്റേഷന് വേണ്ടി നമ്മൾ ഇരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിൽ നിന്നതായിട്ടുള്ള പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നതേയില്ല.